بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ, സന്തോഷത്തോടെ, റാഹത്തോടെ, ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ വെള്ളിയാഴ്ച രാവിലേക്കും വെള്ളിയാഴ്ച പകലിലേക്കും എത്തിപ്പെടുന്ന സത്യവിശ്വാസികൾ ഓരോരുത്തരും പ്രത്യേക ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് ശഅബാൻ മാസവും വെള്ളിയാഴ്ചയും തമ്മിൽ ഒരു വലിയ ബന്ധം ഉണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ശഅബാൻ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് സ്വലാത്ത് കൊണ്ട് പ്രത്യേകമായിരിക്കുന്നു എന്നുള്ളത്. അതേ പ്രത്യേകത വെള്ളിയാഴ്ചയിലും ഉണ്ട്. ഇവ രണ്ടും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോ ശഅബാൻ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച രാവും പകലും നമ്മിലേക്ക് വരുമ്പോൾ സ്വലാത്തുമായുള്ള ഈ സമയങ്ങളുടെ ബന്ധം, അതിന്റെ ഒരു ഖബൂലിയത്തിന്റെ ഗൗരവം നാം ഓരോരുത്തരും മനസ്സിലാക്കാനുള്ള ഹ്രസ്വമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംസാരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അൽ ഗുനിയത്തു ലി ത്വാലിബി തുരീഖുൽ ഹഖ് എന്ന് പറയുന്ന കിതാബിന്റെ 188-ാമത്തെ പേജ്, ഒന്നാം വാള്യത്തിൽ സ്വലാത്തും ശഅബാൻ മാസവും തമ്മിലുള്ള ബന്ധം പറയുന്നുണ്ട്. അതുപോലെ ധാരാളം കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു ശഅബാൻ മാസത്തെയും സ്വലാത്തിനെയും ചേർത്ത് പ്രത്യേകമായ ഒരു ഹദീസ്, ഒരു മർഫൂ ആയ ഹദീസ് പറയുന്നുണ്ട്. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് അവിടുത്തെ തഫ്സീറിൽ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടന്നു വരാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ മർഫൂഅൻ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തെ മർഫൂഅ എന്ന നിലയിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഖിയറത്തുല്ലാഹി മിനസ് ശുഹൂരി ശഹ്റു റജബിൻ വഹുവ ശഹ്റുല്ലാഹ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു മാസങ്ങളുടെ കൂട്ടത്തിൽ റജബ് മാസത്തെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. റജബ് കഴിഞ്ഞുപോയി, അള്ളാഹു കബൂലാക്കട്ടെ. മാസങ്ങളുടെ കൂട്ടത്തിൽ റജബ് മാസത്തെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. ശഹ്റുല്ലാഹ്. മൻ അല്ലമ ശഹ്റ റജബിൻ ഫഖദ അല്ലമ അംറല്ലാഹ്. ആരെങ്കിലും റജബിനെ ബഹുമാനിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവൻ അള്ളാഹുവിന്റെ കാര്യത്തെയാണ് ബഹുമാനിച്ചിരിക്കുന്നത്. വമൻ അല്ലമ അംറല്ലാഹി, ആരെങ്കിലും അള്ളാന്റെ കാര്യത്തെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ഖലഹു ജന്നാത്തിൻ നഈം, സ്വർഗത്തിന്റെ അനുഗ്രഹ വിഭൂഷിത അകത്തളത്തിൽ അള്ളാഹു അവനെ എത്തിക്കും. തീർച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബിനെ ആദരിച്ച ആൾക്ക് സ്വർഗമുണ്ട്. അള്ളാഹു തആല ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഇനി കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വശഅബാനു ശഹ്രി, ശഅബാൻ എന്റെ മാസമാണ്. മുത്തുനബി പറയാണ്, ശഅബാൻ എന്റെ മാസമാണ്. അങ്ങനെ പല ഹദീസുകളിൽ വേറെയും റിവായത്തുണ്ട്, ഹബീബിന്റെ മാസമാണ് ശഅബാൻ എന്ന് അവിടുന്ന് എടുത്ത് പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ കാണാം, ശഅബാൻ എന്റെ മാസമാണ്. ഫമൻ അല്ലമ ശഹ്റ ശഅബാൻ, ആരെങ്കിലും ശഅബാൻ മാസത്തെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഫഖദ അല്ലമ അംരി, തീർച്ചയായും അവൻ ബഹുമാനിച്ചത് എന്റെ കാര്യത്തെയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ അല്ലമ അംരി, ആരെങ്കിലും എന്റെ കാര്യത്തെ ബഹുമാനിച്ചാൽ കുന്തു ലഹു ഫർതൻ വദുഖ്റാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് സ്വർഗത്തിലേക്കുള്ള വരവേൽപ്പും സ്വീകരണവും ഞാനായിരിക്കും നൽകുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഭാഗ്യത്തിൽ നമ്മെ എത്തിക്കട്ടെ. ശഅബാൻ മാസത്തെ പരിഗണിക്കുന്നുണ്ട് നമ്മൾ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം എന്ന നിലയിൽ ഒരു പരിഗണന വരണമെങ്കിൽ അത് സ്വലാത്ത് കൊണ്ട് പ്രത്യേകമായിട്ടുള്ള പരിഗണനയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടന്നു വരാം. പിന്നെ റമദാൻ മാസത്തെ കുറിച്ചാണ് ഈ പറയപ്പെട്ട ഹദീസിന്റെ ബാക്കി കാണുന്നത്. റമദാൻ മാസം ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അതിന്റെ രാവും പകലും സൂക്ഷ്മതയോടുകൂടെ നോമ്പും ഇബാദത്തുമായി കഴിഞ്ഞാൽ അവൻ പാപമില്ലാത്ത രീതിയിലായിരിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നാണ് ഹദീസിന്റെ ബാക്കിയുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ശഅബാൻ മാസത്തെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട്
ഷഅബാനിനെ ആദരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തെ പരിഗണിക്കലാണ്, ആദരിക്കലാണ് എന്ന തലത്തിലാണ് പരിശുദ്ധ മതം ഈ മാസത്തിന് നൽകിയിരിക്കുന്ന പരിഗണന. മാത്രവുമല്ല, സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ആയത്ത് സൂറത്തുൽ അഹ്സാബിന്റെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഈ ആയത്ത് ഇറങ്ങുന്നത് ശഅബാൻ മാസത്തിലാണ്. അള്ളാഹുവും അവന്റെ മലക്കുകളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ഏറ്റെടുത്തിരിക്കുക. അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും അത് ചെയ്യണേ, ചൊല്ലണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന്റെ ആഹ്വാനമുള്ള ഈ ആയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ആയത്ത്. പലപ്പോഴും നമ്മൾ ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിച്ചതുകൊണ്ട് ഇതിന്റെ പദഘടനയിലെ മാസ്മരികമായ പ്രത്യേകതകളെ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് അകലം പോവും. അതുകൊണ്ട് തൽക്കാലം അത് പറയുന്നില്ല. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുഫഖായിൽ ഉൾപ്പെടാൻ ശഅബാൻ മാസത്തെ അള്ളാഹു നമുക്ക് കാരണമാക്കി തരട്ടെ. കേട്ടോളൂ. മഹാനായ ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഖൗലുൽ ബദീഉ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, അന്ന ശഅബാന ശഹ്റുസ് സ്വലാത്തി അലാ മുഹമ്മദിനിൽ മുഖ്താരി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ശഅബാൻ മാസം അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്ന മാസമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ശഅബാൻ മാസം ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മാസമാ. എന്റെ വക പറയല്ല, ഇത് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. അൽ ഖൗലുൽ ബദീഉ ഇമാം സഖാവിയുടെ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ്. മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് കൊണ്ട് പ്രത്യേകമായിട്ടുള്ള മാസമാണ് ശഅബാൻ മാസം. എന്താ അതിന് കാരണം? മഹാൻ പറയുന്നത്, ലി അന്ന ആയത്ത സ്വലാത്തി അലൈഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം നസലത്ത് ഫീഹി. കാരണം സ്വലാത്ത് ചൊല്ലണം എന്ന ആഹ്വാനം ഉള്ള ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് തുടങ്ങുന്ന ആ ആയത്തിന്റെ അവതരണം ശഅബാൻ മാസത്തിലാണ്. ശഅബാനിൽ അപ്പോൾ സ്വലാത്ത് ചൊല്ലൂ എന്ന ഒരു ധ്വനി അതിലുണ്ട് എന്ന ഒരു ന്യായമാണ് മഹാനായ ഇമാം സഖാവി അവിടുത്തെ അൽ ഖൗലുൽ ബദീഉൽ ശഅബാൻ മാസം സ്വലാത്തിന്റെ മാസമാണ്, ഹബീബിന്റെ മാസമാണ് എന്ന് പറഞ്ഞതിന്റെ ന്യായമായി പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ. ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ സ്വഹാബികളുടെ ഇടയിൽ ശഅബാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ശഅബാനിലാണല്ലോ അത് അവതരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവിടുത്തെ സാഹചര്യവും പശ്ചാത്തലവും മഹാനായ ഇമാം അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. അൻ കഅബ് ഇബ്നു ഉജ്റ ഖാല, മഹാനായ കഅബ് ഇബ്നു ഉജ്റ തങ്ങൾ പറയുന്നു റളിയല്ലാഹു അൻഹു, لما نزلت إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഈ ആയത്ത് അവതരിച്ചപ്പോ മഹാന്മാരായ സ്വഹാബത്ത് ഖുൽനാ യാ റസൂലല്ലാഹ്, ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, ഖദ് അലിംനാ അസ്സലാമു അലൈക, അങ്ങേക്ക് എങ്ങനെ സലാം ചെല്ലണമെന്ന് ഞങ്ങൾക്കറിയാം നബിയെ. അങ്ങേക്ക് സലാം ചെല്ലേണ്ടത് എങ്ങനെയാണെന്നറിയാം, പക്ഷേ സ്വലാത്ത് എങ്ങനെയാ? ഫകൈഫ സ്വലാത്തു അലൈക, എങ്ങനെയാ ഞങ്ങൾ അങ്ങേക്ക് സ്വലാത്ത് ചൊല്ലാ? ഖാല, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഒരു സ്വലാത്ത്. കേട്ടോ, എങ്ങനെയാ സ്വലാത്ത് ചൊല്ലാ? ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് അറിയുമോ? ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഈ റിവായത്തിൽ ഇന്നക ഹമീദും മജീദ് 2 പ്രാവശ്യം വന്ന് സയ്യിദിനെ ഒഴിവായിട്ടുള്ള ഒരു രീതിയിലുള്ള പദക്രമീകരണമാണെങ്കിൽ പോലും ഇതിന്റെ ഒരു അദബുകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള
ഒരു പരിപൂർണമായ പദഘടന മറ്റു റിവായത്തുകൾ അടിസ്ഥാനപ്പെടുത്തി ഇസ്ലാമിക കർമ്മശാസ്ത്രം നമുക്ക് പഠിപ്പിച്ച് തന്ന രീതിയിലാണ് നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിപ്പോരാറുള്ളത്. ഇബ്രാഹിമിയ സ്വലാത്ത് റസൂലുള്ളാഹി ചൊല്ലിക്കളാൻ സ്വഹാബികളോട് പറഞ്ഞു. ഇത് ഷഅബാൻ മാസത്തിലെ നിർദ്ദേശമാണ്. ഏത്? ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാൻ ഹബീബായ നബി തങ്ങൾ നിർദ്ദേശിച്ചത് ഷഅബാൻ മാസത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാന്മാരായ തസവുഫിന്റെ ഉലമ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പല പണ്ഡിതന്മാരും അവരുടെ അനുഭവത്തിൽ നിന്നും പങ്കുവച്ചിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളിൽ ചിലത് പറയാം. കുട്ടികളില്ലാത്തവർ, അതുപോലെ തന്നെ ശാരീരികമായ വിഷമങ്ങളുള്ളവർ, എന്തിനേറെ അള്ളാന്റെ ഹബീബിനെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർ 100 വട്ടം ജീവിതത്തിൽ ഈ സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ എല്ലാം അള്ളാഹു നടത്തി തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിമിയ സ്വലാത്ത് 100 വട്ടം, ഒരു ദിവസം 100 വട്ടം ചൊല്ലുക. പ്രത്യേകിച്ച് ഷഅബാൻ മാസത്തിൽ. ഹബീബ് ഇത് ഷഅബാൻ മാസത്തിൽ ചൊല്ലാൻ വേണ്ടി നബിതങ്ങൾ തന്നെ നേരിട്ട് കൊടുത്ത സ്വലാത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്തുൽ അഹ്സാബിന്റെ വ്യാഖ്യാനത്തിൽ ഇത് പറയുന്നുണ്ട്. ഷഅബാൻ മാസത്തിൽ സ്വലാത്തിന്റെ ആയത്ത് അവതരിച്ചപ്പോ എങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് സ്വഹാബികൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തത് ഈ സ്വലാത്ത് ചൊല്ലിയിട്ടാ. ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്ത് ജീവിതത്തിൽ ദിവസവും 100 എണ്ണം പതിവുള്ള ആൾക്ക് ഹബീബിനെ സുന്ദരമായ സ്വപ്നം കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ എളുപ്പത്തിൽ സ്വപ്നം കാണാൻ കഴിയും. 100 എണ്ണം ചൊല്ലിയാൽ മതി. അള്ളാഹു നിറവേറ്റി തരട്ടെ. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്ന ഏതായാലും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ സൂറത്തുൽ അഹ്സാബിന്റെ ആയത്ത്, സ്വലാത്തിന്റെ ആയത്തിനെ വാനോളം പ്രകീർത്തിക്കുന്നുണ്ട്. ആയത്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. കാണാം, മഹാനായ ഇമാം ഇസ്മാഇൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ സ്വലാത്തിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്വലാത്തിന്റെ മാസമാണ് ഷഅബാൻ എന്ന ഹബീബിന്റെ മാസം. സ്വലാത്ത് പ്രത്യേകമായി അതിൽ പരിഗണിക്കേണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി സ്വഹാബത്തിനെ നിർദ്ദേശിച്ചു എന്നും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി കണ്ടോളൂ, റൂഹുൽ ബയാൻ സൂറത്തുൽ അഹ്സാബിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇസ്മാഇൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ ഒരു കവിത, മനോഹരമായ ഒരു കവിത പറയുന്നുണ്ട്. അല്ലാഹുവേ, എന്തൊരു രസകരമായ കവിത. ശഅബാനു ശഹ്റു റസൂലില്ലാഹി ഫഗ്തനിമു സിയാമു അയ്യാമിഹിൽ ഗുറൽ മയാമീനി സല്ലു അലൽ മുസ്തഫ ഫീ ശഹ്രിഹി വർജു മിൻഹു ശഫാഅത യൗമൽ ഹശ്രി വദ്ദീനി. എന്താ പറഞ്ഞത്? ശഅബാനു ശഹ്റു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാൻ മാസം റസൂലുള്ളാഹിന്റെ മാസമാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാൻ മാസം റസൂലുള്ളാഹിന്റെ മാസമാ. ഫഗ്തനിമു സിയാമ അയ്യാമിഹിൽ ഗുറൽ മയാമീൻ. വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന നല്ലവരായ ആളുകളുടെ മുഖത്തിനും കൈകാലുകൾക്കും വെളിച്ചം നൽകുന്ന ശഅബാനിന്റെ നോമ്പ് കൊണ്ട് നിങ്ങൾ ശഅബാൻ മാസത്തെ ധന്യമാക്കണേ. മഹാനായ ഇസ്മാഇൽ അൽ ഹഖൽ ബറൂസവി തങ്ങളും മറ്റു ധാരാളം മുഫസ്സിരീങ്ങളും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഇനി കേട്ടോ, ശഅബാൻ മാസം സല്ലു അലൽ മുസ്തഫ ഫീ ശഹ്രിഹി വർജു. ഹബീബിന്റെ മാസമായ ശഅബാൻ മാസത്തിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ, വർദ്ധിപ്പിക്കണേ. വർജു, നിങ്ങൾ പ്രതീക്ഷിക്കണേ. മിൻഹു, ഹബീബിൽ നിന്നും ശഫാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോളൂ. എല്ലാ ഇമാമിങ്ങളും ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. യൗമുൽ ഹശ്രി വദ്ദീനി, മഹ്ശറിൽ ശഫാഅത്ത് കിട്ടാൻ ഇവിടുന്ന് സ്വലാത്ത് വർദ്ധിപ്പിച്ചു, പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിൽ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശഅബാൻ മാസത്തിന്റെ വെള്ളിയാഴ്ച രാവും പകലും വന്നു കഴിഞ്ഞാൽ തുടങ്ങി വെച്ചോ 100 ഇബ്രാഹിമിയ സ്വലാത്ത്. ധാരാളം സ്വലാത്ത് വേറെയും പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി കാണാം, റൂഹുൽ ബയാൻ തന്നെ പിന്നെയും പറയുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്വലാത്തിന്റെ ടിപ്പ് 1, ഇബ്രാഹിമിയ സ്വലാത്ത് ശഅബാൻ മാസത്തിൽ തന്നെ ചൊല്ലുന്ന നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വഹാബത്തിനോട് പറഞ്ഞതായി ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്.
മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ പറയുന്നു, മുത്തായ നബിയെ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിയ സ്വലാത്ത് ദിവസവും 100 പതിവുണ്ടാവണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇബ്രാഹിമിയ സ്വലാത്ത് 100 പതിവ് എന്ന ഒരു തത്വം നമ്മൾ മനസ്സിലാക്കി. ഇനി കേട്ടോളൂ, റൂഹുൽ ബയാൻ സൂറത്തുൽ അഹ്സാബിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇസ്മായിൽ ഹഖ് ബറൂസഫി തങ്ങൾ വീണ്ടും പറയുന്നത് കാണാം. അൻ ബഅദിൽ കിബാർ, ചില വലിയ മഹാന്മാർ, ചില വലിയ സൂഫിയാക്കൾ, ചില വലിയ ആലിമീങ്ങൾ, വലിയ അഇമ്മത്ത്, അവർ ചിലർ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, മൻ സല്ല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ജുമുഅ, ശഅബാൻ മാസത്തിൽ സ്വലാത്തിന്റെ ആയത്ത് അവതരിച്ചു. ശഅബാൻ മാസത്തിൽ അവതരിച്ച ഈ സ്വലാത്തിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് വെള്ളിയാഴ്ച രാവ് വരുമ്പോ, വെള്ളിയാഴ്ച രാവ് വന്നു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ വലിയ വലിയ സൂഫിയാക്കൾ അയിമ്മത്ത് പറഞ്ഞതായി ഇസ്മായിൽ ഹഖ് ബറൂസഫി തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച രാവ് വരുമ്പോ, അത് ശഅബാൻ മാസത്തിൽ പ്രത്യേകിച്ച് ആരെങ്കിലും വെള്ളിയാഴ്ച വരുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, എത്ര സ്വലാത്ത്? 3000 സ്വലാത്ത് വെള്ളിയാഴ്ച രാവിൽ ചൊല്ലുന്ന ആൾ അവൻ കണ്ടിരിക്കും, അവന്റെ സ്വപ്നത്തിൽ ഹബീബായ നബിയെ കണ്ടിരിക്കും. ഹബീബിനെ കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ വലിയ പദവി ഒരാൾക്ക് ലഭ്യമാകും എന്ന് മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു. 3000 സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ. വെള്ളിയാഴ്ച രാവിലെ 3000 സ്വലാത്ത്, ഏത് സ്വലാത്തും ചൊല്ലാട്ടോ. ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ വേണമെന്നില്ല, ഈ 3000 ഏതും ചൊല്ലാം. ഇബ്രാഹിമിയ സ്വലാത്ത് ആദ്യം പറഞ്ഞത് 100, അതെല്ലാ ദിവസവും പതിവാക്കിയാൽ ഗുണമുണ്ട്. ഇപ്പൊ പറയുന്ന സ്വലാത്തിന്റെ അടുത്ത ടിപ്പ്, ഏത് സ്വലാത്താണെങ്കിലും വെള്ളിയാഴ്ച രാവിലെ ഒരു 3000 ചൊല്ലുക എന്നത് റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണാൻ വളരെ എളുപ്പം സ്വപ്നം കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് ഇല്ലാതെ ഒരു സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുമോ? സ്വലാത്തില്ലാതെ സ്വർഗമില്ല. സ്വർഗത്തിനേക്കാളും വില സ്വലാത്തിന. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചേക്കണം. അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വർഗം കൊടുക്കാം മുഴുവനും മഹറിന് എന്നാദ്യമായി ആദം നബി പറഞ്ഞന്ന്. അപ്പോൾ പറഞ്ഞല്ലാഹു അതിലും കൂടുതൽ വേണം സ്വലാത്താ മഹർ മുത്ത് മുഹമ്മദിൽ. ഓർത്തുന്നു നോക്ക് സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത, സ്വർഗത്തിനേക്കാൾ വില പിടിപ്പതിനുള്ളതാ. ആദം നബിയുടെ മഹർ സ്വർഗ കൊടുത്തത്, അത് പറ്റൂല, അത് കൂടുതൽ കൊടുക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ സ്വലാത്ത് ചൊല്ലി കൊടുത്തു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത മഹർ കൊടുത്തത്. 20 സ്വലാത്ത് ചൊല്ലി എന്ന് ചില അഭിപ്രായമുണ്ട്, 10 സ്വലാത്ത ചൊല്ലി കൊടുത്തെന്ന അഭിപ്രായമുണ്ട്, 3 സ്വലാത്ത ചൊല്ലി കൊടുത്തെന്നും അഭിപ്രായം ഉണ്ട്. ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തായിരുന്നു മഹർ. കേട്ടോളൂ, സ്വലാത്ത് ഇല്ലെങ്കിൽ സ്വർഗമില്ല, സ്വലാത്ത് ഇല്ലെങ്കിൽ സ്വർഗമില്ല. അന്നബി ജഅഫർ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ നസിയ സ്വലാത്ത അലയ്യ, ആരെങ്കിലും എന്റെ പേരിലുള്ള സ്വലാത്ത് മറന്നാൽ ഫഖദ് അഖ്തഅ ത്വരീഖൽ ജന്ന, സ്വലാത്ത് മറന്നു, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി മറന്നു. സ്വലാത്ത് മറക്കുന്നവൻ സ്വർഗത്തിലേക്കുള്ള വഴിയാ മറക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ഓർമ്മ തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഒരു മനുഷ്യൻ നിർഗുണനാവുകയാണ് എങ്കിൽ ആ മനുഷ്യനിൽ 4 കാര്യങ്ങൾ കാണാം. അല്ലാഹു ആ 4 സ്വഭാവവും നമുക്ക് തരാതിരിക്കട്ടെ. ഒരു മനുഷ്യൻ ഗുണം കിട്ടാത്തവനായി പോയാൽ, ഒരു മനുഷ്യൻ ഒരു നിർഗുണനായി മാറുന്നുവെങ്കിൽ അവനിൽ 4 അടയാളമുണ്ടെന്ന മഹാന്മാര് പഠിപ്പിക്കുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് തന്നെയാണത്. عن أبي بريدة رضي الله عنه عن نبيه عن النبي صلى الله عليه وسلم قال, ഹബീബായ നബി തങ്ങൾ പറയാ 4 കാര്യങ്ങൾ ഒരു ദുർഗുണനിൽ ഉണ്ട്. ദുർഗുണനാണോ നിർഗുണനാണോ അവനിൽ 4 കാര്യങ്ങളായിരിക്കും കാണാ. അർബഉൻ മിനൽ ജഫാ, ഒരു നിർഗുണനായ മനുഷ്യനിൽ ഉണ്ടാകുന്ന 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് അൻ യബൂല റജുലു വഹുവ ഖായിം, നിന്നുമുള്ളലാ ഒരാളുടെ സ്വഭാവം, നിന്നാ മൂത്രമൊഴിക്കും.
നിന്ന് മൂത്രമൊഴിക്കൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാ. ചില പള്ളികളിലൊക്കെ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമുണ്ട്, അത് ഇസ്ലാമിക സംസ്കാരമല്ല. മൻഖാലലി ബാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമല്ല അളിരിബു ഉനുഖഹു സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് അങ്ങനെയാ. അള്ളാന്റെ റസൂൽ നിന്ന് മൂത്രമൊഴിച്ചു എന്ന് ആരെങ്കിലും എന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ പിരടി വെട്ടുമെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. ഒരു സന്ദർഭത്തിൽ റസൂൽ നിന്ന് മൂത്രമൊഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചില റിവായത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് രഹസ്യമായി സംസാരിച്ചിട്ടുണ്ട്, ഹദീസിലുള്ളതാണ്. പക്ഷേ അതൊരു സാഹചര്യമാവും അല്ലെ, എന്താ പറയാ, ഇരിക്കാൻ പറ്റാത്തൊരു ഇടമോ അങ്ങനെയൊക്കെ വരുന്ന വല്ല നിർബന്ധിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ നിന്ന് മുള്ളിക്കോളൂ എന്ന ഒരു സൗകര്യം ചില പള്ളികളുടെ മുത്രപ്പരയിൽ ചെയ്തു കൊടുത്തിരിക്കാം. അത് കേരളത്തിലെ ചില പരിഷ്കാരികൾ അവരുടെ പള്ളികളിൽ ചെയ്തപ്പോ അത് സുന്നത്തമായത്തിന്റെ കമ്മിറ്റിക്കാരും പോയി കണ്ടുപിടിച്ച അതിൽ കാര്യമില്ല. മൊത്തവും വസ്ത്രം അഴിച്ചു വെച്ചിട്ട് മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം മറയോടുകൂടെ ഡോറോടുകൂടെ ഉള്ള ഒരു ബാത്റൂമാണ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ആണ് സംവിധാനിക്കേണ്ടത്. അങ്ങനെയാ വേണ്ടത്. ഇതിപ്പോ വലിയ വലിയ ആലിമീങ്ങൾ ഖത്തീബായിരിക്കുന്ന പള്ളികളിലും ഒക്കെ ഉണ്ടാവും, അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്നാലും മൂത്രപ്പെരയിലെ കാര്യത്തിൽ മസല എല്ലാ സ്ഥലത്തും ഒരുപോലെയാ. ഏതായാലും നിന്ന് മുള്ളുക എന്നതൊരു നിർഗുണന്റെ അടയാളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തേത് കേട്ടോളൂ, നിസ്കാരം കഴിഞ്ഞാൽ ധൃതി വെക്ക. ചിലരുണ്ട് അങ്ങനെ, അങ്ങോട്ട് സലാം വിട്ടുന്ന കാണാൻ പിന്നെ കാണില്ല. കേട്ടോളൂ, നിസ്കാരം കഴിഞ്ഞാൽ മുഖം രണ്ട് കൈയുണ്ട് തടവലുണ്ട്. രണ്ട് കൈയുണ്ട് മുഖം തടവാൻ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുന്നത്താണ്. ഇത് ദുആന്റെ ഒരു അദബ് പോലെ നിസ്കാരത്തിന്റെ ഇഷ്ടമുള്ള ഒരു അദബാണത്. നിസ്കാരം എന്ന് പറഞ്ഞ ദുആയാണല്ലോ. ദുആ കഴിഞ്ഞാൽ മുഖം തടവല് സുന്നത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അത് സംബന്ധമായ ഹദീസ് മിഷ്കാത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആ കഴിഞ്ഞ മുഖം തടവല്. എന്നാൽ നിസ്കാരം ഒരു ദുആയാണ്, ഒരു വലിയ ദുആയാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ അസ്വല എന്നതിന്റെ അർത്ഥം തന്നെ ദുആ എന്നാണ്. അവൻ നിസ്കാരം കഴിഞ്ഞാൽ കഴിയാണ്ട താമസം പെട്ടെന്ന് മുഖം തടവുന്നു എന്ന് പറഞ്ഞാൽ ഓടാണ് നിസ്കാരം കഴിഞ്ഞിട്ട്. അതിനുശേഷമുള്ള ദിക്ർ എല്ലാനോ കാര്യങ്ങൾക്കും ഒരാളുടെ പതിവ് സ്വഭാവത സലാം വിട്ട അസ്സല പള്ളിയിൽ ഇസ്സല റോട്ടിൽ, അങ്ങനെ ആ രീതിയിൽ സലാം വിട്ടുന്നതിൽ കൊണ്ട് തിടുക്കം പിടിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഓടുന്ന സ്വഭാവം പതിവാണോ, അവനൊരു നിർഗുണനാണ്. കേട്ടോളൂ, മൂന്നാമത്തെ അടയാളം പള്ളിയിൽ വാങ്ക് വിളിക്കുമ്പോൾ വാങ്കിനും മറുപടി കൊടുക്കാത്ത സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവനൊരു നിർഗുണനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാങ്ക് വെക്കുമ്പോ അപ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും തിരക്ക്. വാങ്കിന് അതബോടുകൂടെ മറുപടി പറയണം. ഇല്ലെങ്കിൽ ഒരു നിർഗുണന്റെ അടയാളമാത്, ഒരു നിർഗുണന്റെ സ്വഭാവമാ. ആ മനുഷ്യനിൽ ഒരു ഗുണവും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി കേട്ടോളൂ, നാലാമത്തെ അടയാളം, നാലാമത്തെ കാര്യം, എന്നെ പറ്റി അവന്റെ മുന്നിൽ പറഞ്ഞു, പക്ഷെ എന്റെ പേര് കേട്ടപ്പോ ഒരു കുലുക്കവുമില്ല, സ്വലാത്തുമില്ല. റസൂലുള്ളാഹിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനിൽ ഒരു ഗുണവുമില്ല, ഒരു ഗുണവും പ്രതീക്ഷിക്കേണ്ട. നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയാ സ്വലാത്തും ഷഅബാൻ മാസവും വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവൊക്കെ കൂടി ഇങ്ങനെ വരുമ്പോ നമുക്ക് സ്വലാത്തിലായി നമുക്ക് കഴിയണം. ഒരുപാട് ആവശ്യം നടക്കാനുണ്ട്. സ്വലാത്തിലെ എല്ലാ കാര്യവും നടക്കുന്ന മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഹബീബ് പഠിപ്പിക്കുന്നു, മൻ സല്ല അലയ്യ ഫിൽ യൗമി മിഅ്തമറ, ആരെങ്കിലും എല്ലാ ദിവസവും എന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു ദിവസം ഒരാൾ എന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലുന്നവനാണ് എങ്കിൽ ഖദല്ലാഹു ലഹു മിഅ്തഹജ, 100 സ്വലാത്ത് ചൊല്ലിയാൽ 100 ആവശ്യം അല്ലാഹു നിറവേറ്റും. 70 മിൻഹാ ഫിൽ ആഖിറ, അതിൽ 70 ആഖിറത്തിലാ. 30 മിൻഹാ ഫി ദുനിയ, 30 ഭൂമിയിലും 30 ദുനിയാവിലും 70 ആഖിറത്തിലുമാണ്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അഹ്മദ് സമർഖന്ദി ഇത് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഹബീബിനോട് വലിയ ബന്ധമാ സ്വലാത്ത്. ഹബീബിന്റെ മാസമാ ഷഅബാൻ. ഷഅബാനിൽ ഹബീബിന്റെ ദിവസാ വെള്ളിയാഴ്ച. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്.
عن أوس بن أوس رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة فأكثروا فيه علي من الصلاة فإن صلاتكم معروضة علي فقالوا فكيف تعرض عليك صلاتنا وقد أرمت فقال النبي صلى الله عليه وسلم إن الله حرم على الأرض أجساد الأنبياء. ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ദിവസം വെള്ളിയാഴ്ചയാ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ സംബന്ധിക്കുന്ന, നിങ്ങൾ ബന്ധപ്പെടുന്ന, നിങ്ങൾ എത്തിപ്പെടുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച. അതുകൊണ്ട് എന്റെ പേരിലുള്ള സ്വലാത്ത് വെള്ളിയാഴ്ച രാവാവട്ടെ പകലാവട്ടെ നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. നിങ്ങൾ ഓരോരുത്തരും ചൊല്ലുന്ന സ്വലാത്ത് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തപ്പെടും. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അങ്ങയുടെ ഖബറിടത്തിൽ അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ നബിയെ എങ്ങനെയാ? അങ്ങ് മണ്ണിനോട് ചേരുമല്ലേ, മണ്ണായി ലയിക്കുമല്ലേ, അങ്ങ് മണ്ണായി തീരുമല്ല നബിയെ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം മണ്ണിൽ ലയിക്കില്ല സ്വഹാബ, മണ്ണോട് ചേരില്ല സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാവും പകലൊക്കെ സ്വലാത്ത്, ഹബീബിനോട് വളരെ ബന്ധം സ്ഥാപിക്കാൻ. ഹബീബിന്റെ മുന്നിൽ 10,000 പ്രാവശ്യം കയറി ഇറങ്ങിയ ബന്ധമല്ല, ഹബീബായ നബിയോട് വലിയ ബന്ധം സ്ഥാപിക്കാനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ്. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധം. ഏത് ഖിയാമത്ത് നാള്? അസ്സഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ ഇല്ലാഅയാ സയ്യിദി ഖൈറൻ നബി. ഹബീബിന്റെ ഷഫാഅത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോരുത്തരും ഭയവിഹുലരാകുന്ന സമയത്ത് അന്ന് റസൂലുള്ളാഹിയുടെ മുന്നിൽ തിരക്കല്ലേ. ഹബീബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഇഷ്ടക്കാരനെ തെരഞ്ഞെടുക്കുമ്പോ അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന പദവി കിട്ടാൻ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി ഞാൻ നിങ്ങളോട് ബന്ധം സ്ഥാപിക്കാൻ, ആ ദിവസം ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധമുള്ളവൻ അക്സറുഹും അലയ്യ സ്വലാഹ്, ഭൂമിയിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ശഅബാൻ മാസം റസൂലുള്ളാഹിയുടെ മാസം, ഹബീബ് ഇഷ്ടപ്പെട്ട മാസം, നോമ്പെടുത്തുകൊണ്ട് ശഅബാൻ അവിടുന്ന് സ്വീകരിക്കുക. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം റസൂലുള്ളാഹി പൂർണ്ണമായും നോമ്പെടുത്തു കണ്ടത് ശഅബാനിലാ. ആ ശഅബാൻ അവിടുത്തെ ഇഷ്ടപ്പെട്ട മാസം. അവിടുത്തെ ഇഷ്ടത്തോട് പരിഗണിച്ച് ശഅബാനിനെ നമ്മളൊന്ന് സജീവമാക്കിയാൽ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് നമ്മെ വരവേൽക്കാൻ ഹബീബായ നബി തങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് അവിടുന്ന് പഠിപ്പിച്ച ഈ മാസം, വെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോ സ്വലാത്തിന്റെ ആയത്ത്, വെള്ളിയാഴ്ചയിലെ സ്വലാത്തിലേക്കുള്ള ഒരു പ്രോത്സാഹനമായി അതും ശഅബാൻ മാസത്തിൽ അവതരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പശ്ചാത്തലം നമ്മുടെ മുന്നിൽ വീണ്ടും ആവർത്തിക്കാൻ നമ്മുടെ ആയുസ്സിൽ ഇനിത് ആവർത്തിക്കുക. ആ സന്ദർഭത്തെ മുതലാക്കാൻ, അതിനെ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം എന്റെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. സ്വലാത്ത് എത്രയും ചൊല്ലാം. ഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. പലപ്പോഴും നമ്മൾ പറഞ്ഞതാ, സ്വലാത്തിന്റെ ഒരു മധുരം അറിയണമെങ്കിൽ ഈ ഹദീസ് പറയാതെ എങ്ങനെ പോവാ? മഹാനായ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ഹബീബിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നി അക്സറു സ്വലാത്തി അലൈക. നബിയെ, ഞാനൊരു സാധാരണക്കാരനല്ല, ഞാൻ അങ്ങയുടെ പേരിൽ ചൊല്ലുന്നത് കൂടുതലും സ്വലാത്താ. ഞാൻ അങ്ങയുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളിൽപ്പെട്ട ആളുമാണ്. ഞാൻ കൂടുതൽ ചൊല്ലുന്നതും സ്വലാത്താണ്. ഞാൻ സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന ആളുമാണ്. രണ്ടുമാണ്. എന്റെ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ സ്വലാത്തുമാണ്. മറ്റുള്ളവരെ വെച്ച് അപേക്ഷിക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന ആളുമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വലിയൊരു സ്വലാത്തുകാരനാണ് നബിയെ. ഞാൻ അത്രയും സ്വലാത്ത് ചൊല്ലുന്നു. പക്ഷെ എന്നാൽ ഞാൻ ചോദിക്കാണ്, ഞാൻ അങ്ങേക്ക് ചൊല്ലേണ്ട സ്വലാത്തിന്റെ അളവ് എത്രയാ? റസൂൽ പറഞ്ഞു, നിനക്ക് എത്ര കഴിയുന്നോ അത്രയും സ്വലാത്ത് ചൊല്ലിക്കോ.
മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ ഞാൻ ചൊല്ലിപ്പോരുന്നതിന്റെയും എന്റെ ഇബാദത്തുകളെയും നാലാക്കിയിട്ട് അതിന്റെ ഒരു ഭാഗം സ്വലാത്ത് മാത്രം. റസൂലുള്ളാഹി പറഞ്ഞു, നല്ലതാണ് മോനെ, എന്നാലും നീ അതിനേക്കാൾ കൂടുതൽ ഉദ്ദേശിച്ചു ചെയ്താൽ ഫഹുവ ഖൈറുൽ ലക ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. മൊത്തം ഇബാദത്തിനായി മാറ്റി വെച്ചിരിക്കുന്നതിന്റെ 1/4 ഭാഗം സ്വലാത്തിന് മാത്രം. അത് നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ കൂട്ടിയാൽ പിന്നെയും നല്ലതാണ്. എന്നാൽ നബിയെ, ഞാൻ 1/4 ഞാൻ അങ്ങയുടെ പേരിലുള്ള സ്വലാത്ത് എന്റെ അമലുകളുടെ സമയത്ത് ഞാൻ ക്രമീകരിച്ചു കൊടുത്ത് പകുതിയും സ്വലാത്താക്കി, പകുതി സമയം സ്വലാത്തിന് വേണ്ടി എടുത്തു. ബാക്കി എന്റെ മറ്റു അമലുകൾ പിന്നെയും ഞാൻ സമയം എന്റെ മറ്റു ആവശ്യങ്ങളിൽ നിന്നും മുറിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ. റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, നീ ചെയ്യുന്ന നല്ല കാര്യമാണ്, കൂടുതൽ ചൊല്ലിയാൽ പിന്നെയും നിനക്ക് ഗുണമാ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നിലവിൽ ഞാൻ എന്റെ അമല് ചെയ്യുന്ന സമയം പോലത്തെ ഒരു സമയം എന്റെ അമലിനായി ഞാൻ മാറ്റിയെടുത്തോളാം. നിലവിൽ ഞാൻ ചെയ്യുന്ന അമലിന്റെ ആ സമയം തന്നെ എന്റെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ സിംഹഭാഗവും ഞാൻ ചെയ്യുന്ന സർവകാര്യങ്ങളും സ്വലാത്തിലാ നബിയേ. ഞാൻ കൂടുതലും സ്വലാത്ത, എന്റെ മുഴുവൻ കാര്യങ്ങളും സ്വലാത്തില. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ നിന്റെ എല്ലാ മാനസിക ശാരീരിക പ്രയാസങ്ങളും പരിഹരിക്കപ്പെടും. നിന്റെ പാപങ്ങളൊക്കെ പൊറുക്കാം, നിന്റെ മനസ്സിന്റെ നീറുന്ന ചിന്തകളൊക്കെ അള്ളാഹു മാറ്റി തന്നേക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സ്വലാത്ത്, വെള്ളിയാഴ്ചയും സ്വലാത്തും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ആ കൂട്ടത്തിൽ ഷഅബാൻ മാസം കൊല്ലത്തിൽ ഒരിക്കലും വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല്. ഇബ്രാഹിമിയ സ്വലാത്ത് 100 ചൊല്ലുന്ന നേരത്തെ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 3000 സ്വലാത്തിനൊരു പ്രത്യേകത ഉണ്ട്, അത് പറഞ്ഞു. ഇനി കേട്ടോളൂ, ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് കാണാം. ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് കാണാം. മഹാനായ മുഹമ്മദ് ബിൻ ഇജ്ലാൻ അൻ അബീഹി ഖാല അലിയുൻ, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ സല്ലല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅത്തി 100 മറ, ആരെങ്കിലും ഹബീബായ നബി തങ്ങളുടെ പേരില് വെള്ളിയാഴ്ച ദിവസം, അത് രാവാവട്ടെ പകലാവട്ടെ, 100 സ്വലാത്ത് ചൊല്ലിയാൽ, 100 സ്വലാത്ത് ചൊല്ലിയാൽ ജാഅ യൗമൽ ഖിയാമത്തി, അവൻ ഖിയാമത്ത് നാളിൽ വരുന്നത് വഅലാ വജ്ഹിഹി മിനൻ നൂരി, നൂർ, ആരും കാണാത്ത, ആരും ഇന്നവരെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത, ആരും അനുഭവിച്ചിട്ടില്ലാത്ത, ആരും ആസ്വദിച്ചിട്ടില്ലാത്ത, ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വർണ്ണനകൾക്കപ്പുറമുള്ള അഴകിന്റെ പര്യായമായ ഒരു പ്രത്യേകമായ പ്രകാശം വെള്ളിയാഴ്ച പതിവായി 100 സ്വലാത്ത് ചൊല്ലുന്ന ആളുടെ മുഖത്ത് ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇവനെ മശ്റയിൽ വെച്ച ആളുകൾ കാണുമ്പോ ചോദിക്കും, അയ്യു ശൈഇൻ കാന യഅമലു ഹാദാ, ഓ, ഈ മനുഷ്യൻ ചെയ്ത അമൽ എന്തായിരിക്കോ, ഇതുപോലെ മുഖത്തിന് പ്രകാശം കിട്ടാൻ ഇദ്ദേഹം ചെയ്ത അമൽ എന്തായിരിക്കോ എന്ന് മശ്റയിൽ വെച്ച് ഈ വെളിച്ചം കാണുമ്പോൾ മുഅ്മിനീങ്ങൾ പരസ്പരം ചോദിക്കുമെന്ന് ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശഅബാൻ മാസത്തിൽ സ്വലാത്തുകൾ വർദ്ധിക്കാൻ, അമലുകൾ കൂടുതൽ ചെയ്യാൻ, പുണ്യ നബിയോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി അവിടത്തോട് ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്താനമുണ്ട്. ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി രേഖപ്പെടുത്തുന്നു, ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറയുന്ന, സ്വലാത്തു അലൈഹി, ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്, അംഹഖുൽ ദുനൂബി മിനൽ മാഇൽ ബാരിദി ലിന്നാർ, ഒരു തീ ആളുന്ന തീജ്വാലയുടെ അകത്തേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാൽ തീ ആളുന്നത് അണഞ്ഞു പോകും വിധം തീനെ അണയ്ക്കാൻ പച്ചവെള്ളത്തിന് കഴിയുന്നതിനേക്കാളും, തീ അണയ്ക്കാൻ പച്ചവെള്ളം ഉപയോഗിച്ചാൽ പച്ചവെള്ളം തീനെ അണച്ചു കളയുന്നതിനേക്കാളും വേഗതയിലായിരിക്കും സ്വലാത്ത് ഒരാളുടെ പാപം പൊറുക്കാൻ കാരണമാവാ എന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാൻ തുടർന്ന് പറയാ, വഹിയ അഫ്ളലു മിൻ ഇത്ഖിർ റിഖാബ്, ഒരാളെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനേക്കാളും കൂലിയാ സ്വലാത്ത് ചൊല്ലുന്നതിന്. കാരണം സ്വലാത്ത് ചൊല്ലുമ്പോ നരകത്തിൽ നിന്നും ആ ഒരു ശരീരത്തെ മോചിപ്പിക്കാം. സ്വലാത്ത് ചൊല്ലുമ്പോൾ നരകത്തിൽ നിന്നും ശരീരത്തെ മോചിപ്പിക്കുന്നു. അടിമത്വത്തിൽ നിന്നും ഒരാളെ മോചിപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അടിമയായ മനുഷ്യനെ ദുനിയവിയായ ഒരു പ്രശ്നത്തിൽ നാം മോചിപ്പിക്കുന്നത്, മറ്റ് ഉഖറവിയായ പ്രശ്നത്തിൽ നാം മോചിപ്പിക്കുന്നത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പിന്നെയും പറയുന്നുണ്ട്.
അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു തആല എല്ലാ നന്മയും കൊണ്ടുവരാം. മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്നത് വഴി ഒരാൾ എത്തിപ്പെടുന്നത് സ്വർഗത്തെ സ്വീകരിക്കാൻ, സ്വർഗം ലഭിക്കാനുള്ള അർഹതയിലും കൂടിയിട്ടാണ് അവൻ എത്തിപ്പെടുക. അതുപോലെ തന്നെ ഹബീബിന്റെ പേരിലുള്ള സലാം, സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സലാം പറയലുണ്ടല്ലോ, വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം, അസ്സല്ലിം സല്ലം എന്നൊക്കെ പറയുന്ന ആ സലാം കൂടി ചേർത്തിട്ടുള്ളതാണ് എങ്കിൽ ഒരു സലാമിന് 1000 നന്മയേക്കാൾ അപ്പുറം അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി മഹാനായ ഇമാം ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ മാറാൻ, പ്രശ്നങ്ങൾ മാറാൻ സ്വലാത്ത് കൊണ്ട് നമുക്ക് കഴിയും. ഷഅബാൻ മാസമാണ്, സ്വലാത്തിന്റെ ആയത്ത് ഇറങ്ങിയ മാസമാണ്. ഷഅബാൻ മാസം സ്വലാത്തിന്റെ ആയത്ത് ഇറങ്ങിയ മാസമാണ്. അതോടൊപ്പം തന്നെ ഈ ആയത്ത് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയപ്പോൾ സ്വലാത്തുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് നിർദ്ദേശിച്ചത് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞ് സ്വഹാബികളോട് നിർദ്ദേശം കൊടുത്തതും ഷഅബാൻ മാസത്തിലാണ്. ഷഅബാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവും പകലും, സാധാരണ വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടപ്പോ അത് ഷഅബാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവും പകലും കൂടി ആവുമ്പോ കുറച്ചുകൂടി ശ്രദ്ധ ആ വിഷയത്തിൽ നമ്മൾ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് വളരെ എളുപ്പത്തിൽ ഹബീബിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയും. ഇബ്രാഹിമിയ സ്വലാത്ത് 100 ദിവസം പതിവാക്കുക എന്ന ഒരു ഉപദേശം ആദ്യമായി എന്റെ നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. സ്വലാത്തിന്റെ പുണ്യം ലഭിച്ചവരിൽ അല്ലാഹു ചേർക്കട്ടെ.